വയനാടിനെ ഓർത്ത് രാജ്യം മുഴുവൻ വിങ്ങിപ്പൊട്ടുകയാണ്. അത്രമാത്രം വലിയ ദുരന്തമാണ് ഒറ്റ രാത്രിയിൽ വയനാടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും കയറിയിറങ്ങിപ്പോയത്. 300-ലേറെ പേരാണ് ഈ ദുരിതത്തിൽ ഇപ്പോൾ മരണമടഞ്ഞത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെയുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരിതങ്ങളുടെ കൂട്ടത്തിലേക്കാണ് വയനാട് ദുരിതവും എഴുതി ചേർക്കപ്പെടുന്നത്. കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തവും വയനാട്ടിലേത് തന്നെയാണ്. ഇവിടെ കേന്ദ്ര സർക്കാരിന്റെ മുഖമായ 3 മന്ത്രിമാരുടെ നിലപാടാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റൊന്ന് മന്ത്രിസഭയിലെ രണ്ടാമൻ രാജ്നാഥ് സിംഗ്, പിന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഈ 3 പേരുടെയും നിലപാട് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ദുരന്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ 2 തവണ മാത്രമാണ് മോദി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ചത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചതോടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന നിലപാടിലാണ് മോദി നിൽക്കുന്നത്. ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ദുരന്ത ഭൂമിയിലേക്ക് പ്രധാനമന്ത്രി തീർച്ചയായും സന്ദർശനം നടത്തേണ്ടതായിരുന്നു. അത് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന ഒരു ആശ്വാസം വളരെ വലുതാകുമായിരുന്നു. കൊല്ലം ജില്ലയിലെ പുറ്റിങ്ങൽ നടന്ന വെടിക്കെട്ട് അപകട ദിവസം തന്നെ പ്രധാനമന്ത്രി മോദി അവിടേക്ക് സന്ദർശനം നടത്തിയത് നമ്മൾ ഓർക്കുന്നു. മരണസംഖ്യ വെച്ച് നോക്കുമ്പോൾ വയനാടിലുണ്ടായ ദുരന്തം സമാനതകളില്ലാത്തതാണ്. അവിടെ ആശ്വാസവാക്കുകളുമായി ആദ്യം എത്തേണ്ടിയിരുന്നത് പ്രധാനമന്ത്രി തന്നെയായിരുന്നു. ദുരന്തമുഖത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന കേരളത്തിനോടുള്ള ഐക്യദാർഢ്യമായിരുന്നു അതുവഴി മോദി പ്രകടിപ്പിക്കേണ്ടിയിരുന്നത്. എന്നാൽ 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന 2 ഫോൺ കോളുകളിലൂടെ മോദി ഉത്തരവാദിത്തം അവസാനിപ്പിച്ചു. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അദ്ദേഹം തൃശ്ശൂരിലേക്ക് വന്നു പോയത് 3 തവണയായിരുന്നു. അമിത്ഷായുടെ കാര്യവും വ്യത്യസ്തമല്ല. കേരളത്തിലേക്ക് വരാനുള്ള മനസ്സ് അമിത്ഷായും പ്രകടിപ്പിച്ചില്ല. കേരളത്തിൽ പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താമര വിരിയിക്കാൻ സുരേഷ് ഗോപിയിലൂടെ BJPക്ക് സാധിച്ചിരുന്നു. ആ സ്നേഹം പക്ഷെ പ്രകടമാക്കേണ്ടിയിരുന്നത് ദുരിതമുണ്ടായ ഈ സമയത്തായിരുന്നു. പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും പിന്നീട് സന്ദർശനം നടത്തി ആശ്വാസം ചൊരിയാനും അമിത്ഷാ അടക്കമുള്ള നേതാക്കന്മാർ എത്തുമെന്ന് മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തതാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ദുരന്തം നടന്ന് 5ാമത്തെ ദിവസമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലേക്ക് എത്തിയത് തന്നെ. 2 ദിവസത്തിന് ശേഷം എത്തിയ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും കാഴ്ചക്കാരന്റെ റോള് മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന നിലയിൽ രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യവും വയനാട് പ്രതീക്ഷിച്ചു നിന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി എന്ന നിലയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലടക്കം ഇടയ്ക്കിടയ്ക്ക് സന്ദർശനം നടത്തുന്ന രാജ്നാഥ് സിംഗിന് കേരളം അന്യമല്ല. എന്നാൽ ആ അടുപ്പം ഈ ദുരന്തഭൂമിയിൽ കാണിക്കാൻ രാജ്നാഥ് സിംഗിന് സാധിച്ചില്ല. ഈ 3 മന്ത്രിമാർക്ക് കേന്ദ്ര സർക്കാരിൽ വലിയ പ്രാധാന്യമുള്ളത് കൊണ്ട് എടുത്തു പറഞ്ഞുവെന്ന് മാത്രം. ഇവരെ കൂടാതെ ക്യാബിനറ്റ് റാങ്കിലുള്ള നിരവധി മന്ത്രിമാർ മോദി മന്ത്രിസഭയിലുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന ഒരാൾ പോലും വയനാട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ദുരന്തഭൂമിയുടെ ഭീകരത മനസ്സിലാക്കാൻ ചിലപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ മന്ത്രിമാർ എത്തുമായിരിക്കാം. അതുകൊണ്ട് പക്ഷേ എന്ത് പ്രയോജനമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇവിടെ വയനാടിന്റെ MP ആയ രാഹുൽ ഗാന്ധി 2 ദിവസം അവിടെ തങ്ങി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. വയനാട് MP സ്ഥാനം രാജിവെക്കാനുള്ള ഒരുക്കത്തിലാണെങ്കിലും തന്റെ സാന്നിധ്യം വയനാട്ടിലെ ജനതയ്ക്ക് പുതിയ ഊർജമാകുമെന്നൊരു തിരിച്ചറിവിലാണ് പ്രിയങ്കയുമായി രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തിയത്. ആ തിരിച്ചറിവ് മറ്റ് BJP മന്ത്രിമാർക്ക് ഉണ്ടാകാത്തതിൽ അത്ഭുതപ്പെടാനില്ലെന്നും പറയാം.